ഈ പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് കിട്ടും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നാട്ടിൻപുറത്തൊക്കെ. പല ആളുകളും ഈ പഞ്ചായത്ത് മെമ്പറുടെ വരുമാനം കൂട്ടുന്നത്, മെമ്പർ എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഈ സാധാരണക്കാരിപ്പോഴും മെമ്പർ എന്ന് വിളിക്കുന്ന ഒത്തിരി പേരുണ്ട്. ബെമ്പറെ എന്ന് പറയുന്നവർ നാട്ടിൻപുറത്ത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൻപുറത്തെ ചായക്കടകളിലും ബാക്കിയുള്ള ഇടങ്ങളിലുമൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് പോലെ ചർച്ച ചെയ്യുന്ന വേറൊരു തിരഞ്ഞെടുപ്പില്ല. ഇപ്പം തന്നെ എല്ലാ കവലകളിലും ആളുകൾ കൂടിത്തുടങ്ങി. ആളില്ലാത്ത കവലകളിലും 4-5ഓളം ആളുകൾ എല്ലാവരും ചേർന്ന് നിന്ന് അവിടെ ചൊറിഞ്ഞ് ഇവിടെ ചൊറിഞ്ഞ് അടുത്ത് നിൽക്കുന്നവനെ ചൊറിഞ്ഞ് മൊത്തത്തിലൊന്ന് ചൊറിഞ്ഞ് 2 ചായയൊക്കെ പറ്റി കുടിച്ച് ഇങ്ങനെ റെഡിയായി പോകുന്നൊരു സംഗതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈബുകളിലൊന്നാണ് ഈ ഇലക്ഷൻ വൈബ് എന്ന് പറയുന്നത്. കാരണം ഇനി ഗ്രാമങ്ങളൊക്കെ അങ്ങ് സജീവമാവും. അപ്പോൾ ഈ സംഗതിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ മെമ്പർമാർക്ക് എന്ത് കിട്ടുമെന്ന്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, ഈ വിവിധ ഈ തട്ടുകളുണ്ടല്ലോ, ജനപ്രതിനിധികളാവുന്ന പാർലമെൻ്റ് അംഗം, അതുപോലെ തന്നെ അസംബ്ലി ജനപ്രതിനിധി, പിന്നീട് ഈ പഞ്ചായത്ത്, ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഈ പഞ്ചായത്ത് 3 തട്ടുണ്ടല്ലോ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, വാർഡ് മെമ്പർ, ഇങ്ങനെയുള്ള ഈ തട്ടുകളിലൊക്കെ വരുന്ന കൂട്ടത്തിൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ തെറി കിട്ടുന്നൊരു പോസ്റ്റാണ് ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ MLA-മാരിൽ നിന്നും സമൂഹം പ്രതീക്ഷിച്ച് തുടങ്ങിയിരിക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർമാരുടെ ഒരു റേഞ്ചിലുള്ള പ്രവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ കല്യാണ ആലോചനയ്ക്ക് വരണം, നിശ്ചയത്തിന് വരണം, കല്യാണത്തിൻ്റെ തലേന്നൊന്ന് വരണം, പിന്നെ മുസ്ലിം കല്യാണമാണെങ്കിൽ പിന്നെ മെഹന്തിക്ക് വരണം, ഉള്ളി കല്യാണത്തിന് വരണം, മഞ്ഞ കല്യാണത്തിന് വരണം. കല്യാണത്തിൻ്റെ അന്ന് മുഴുവൻ ആളുകൾക്കും MLA കൃത്യസമയത്ത്, മുഹൂർത്ത സമയത്ത്, നിക്കാഹ് സമയത്ത് വേദിയിൽ കാണണം. അങ്ങനെ അടക്കമുള്ള നിർബന്ധമുള്ള സംഗതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ MLA-മാർക്ക് ഈ നിയമസഭയിലെ ചർച്ചകളിൽ എന്തെങ്കിലുമൊക്കെ 2 പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കാച്ചും, പിന്നെ ബാക്കി സമയം മുഴുവൻ ഈ കല്യാണ മരണ സഞ്ചാരപദങ്ങളിലുമായി മാറിയിട്ടുണ്ട്. അതുപോലത്തെ പണ്ട് മുതലേ അനുഭവിക്കുന്ന ഒരു പോസ്റ്റാണ് ഈ മെമ്പർ പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ മെമ്പർ പോസ്റ്റിൻ്റെ വരുമാനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിളൊക്കെ വന്നിരുന്നു പത്രങ്ങളിൽ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് 16,800 രൂപ, വൈസ് പ്രസിഡന്റിന് 14,200 രൂപ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് 10,400 രൂപ, ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് 9,800 രൂപ. ഇനി നഗരസഭയിലേക്ക് വന്നാൽ ചെയർമാന് 15,600, വൈസ് ചെയർമാന് 13,000, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,800, നഗരസഭാ കൗൺസിലർക്ക് 8,600. കോർപ്പറേഷനിലാണെങ്കിൽ മേയർക്ക് 15,800, ഡെപ്യൂട്ടി മേയർക്ക് 13,200, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,400, കൗൺസിലർക്ക് 8,200. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് 15,600, വൈസ് പ്രസിഡന്റിന് 13,000, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,800, ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് 8,600. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് 14,200, വൈസ് പ്രസിഡന്റിന് 11,600, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ 9,200, പഞ്ചായത്ത് അംഗത്തിന് 8,000. പിന്നെ ഇവരൊക്കെ ഓരോ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് 250 രൂപ ബത്ത ലഭിക്കും. ഒരു മാസം പരമാവധി 1,250 രൂപയാണ് ഹാജർ ബത്തയായിട്ട് ലഭിക്കുക. ഇങ്ങനെ എല്ലാം കൂടെ പറയുന്ന ഒരു സംഗതിയാണ് ഈ പോസ്റ്റുകൾക്കുള്ളത്. സത്യം പറഞ്ഞാൽ ഇതൊരു ലഹരിയായി ഇത് കൊണ്ടു നടക്കുന്നവർക്കൊരു ഹരമാണ് എന്നുള്ളത് ഒഴിച്ചാൽ ഇതിൽ നിന്ന് വലിയ സാമ്പത്തിക പ്രയോജനമൊന്നുമില്ല. പിന്നെ എല്ലാവരും പറയും വർക്കിനകത്തുനിന്ന് വാങ്ങിക്കും എന്നൊക്കെ പറയും. ഈ വർക്കിനകത്തുനിന്ന് വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? നാട്ടിൻപുറത്തുള്ളവനായിരിക്കും വർക്കിൽ നിന്ന് വാങ്ങിക്കുന്നത്. അവൻ്റെ പെണ്ണുമ്പിള്ളയുടെ ആങ്ങളെയും പെണ്ണുമ്പിള്ളയുടെ കൊച്ചാപ്പായും അപ്പച്ചി എല്ലാം ഈ വാർഡിലും ഈ പ്രദേശത്തായിരിക്കും. 5,000 രൂപ അവൻ വാങ്ങിച്ചാൽ 50,000 രൂപ മെമ്പർക്ക് കൊടുത്തെന്ന് അവൻ നടന്ന് പറയും. ഒരു രക്ഷയില്ലാത്ത കാലമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമം ഉള്ളതുകൊണ്ട് അതങ്ങ് എഴുതിയിടും. പിന്നെ ചില വേന്ദ്രന്മാരായ മെമ്പർമാർ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ അവരുടെ പഞ്ചായത്തിലെ വർക്കും മറ്റുള്ള സാധനങ്ങളുമൊക്കെ അവർ തന്നെ ബിനാമിയെ കൊണ്ട് കോൺട്രാക്റ്റ് എടുപ്പിക്കും. അവരുടെ ബന്ധുക്കൾ കൊണ്ട് അവർ തന്നെ കോൺട്രാക്റ്റ് എടുത്ത് നടത്തുന്ന പോലെ കാശ് കൊടുത്ത് ചെയ്യിച്ച് അതിൻ്റെ ലാഭം എടുക്കും. അങ്ങനെ ചില മെമ്പർമാരുടെ പണിയുണ്ട്. അതും പണ്ടൊക്കെ നടന്നു, ഇപ്പം നടക്കില്ല. പിന്നെ കുറേ മെമ്പർമാർക്ക് പറ്റുന്നൊരു പരിപാടി എന്തുവാന്ന് വെച്ചാൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ്റെ ഏജൻസി എടുക്കും. എന്നിട്ട് ഈ വാർഡിലെ മിക്കവാറും നമ്പർ ഇടേണ്ടവരെയും ഗൾഫിൽ നിന്ന് വരുന്നവരെയും എല്ലാം കൊണ്ട് പോളിസി എടുപ്പിക്കും. അപ്പോൾ ഫസ്റ്റ് പോളിസിയിൽ ഇത്ര ശതമാനം കിട്ടുമല്ലോ, പിന്നെ ഏതാണ്ട് ചെറുതേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉപജീവന മാർഗം തേടുന്ന കുറേ പേരുണ്ട്. പിന്നുള്ളത് ആശാവർക്കർമാരാണ് ഇപ്പോൾ വ്യാപകമായി ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ആശാവർക്കർമാർ അവർക്ക് വാർഡിൽ അല്ലെങ്കിൽ തന്നെ പോവുകയും കാണുകയും ഒക്കെ ചെയ്യണം. അതിൻ്റെ കൂടി ഈ വർക്ക് കൂടെ ആകുമ്പോൾ ആ ഓണറേറിയത്തിൻ്റെ കൂടെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് 8,000 രൂപയുടെ കിട്ടും. ചില കുടുംബങ്ങൾക്ക് അത് വലിയൊരു ആശ്വാസമാണ്. ഇതിൽ കോളടിച്ചിരിക്കുന്ന ഒരാളുകൾ എന്ന് പറഞ്ഞാൽ ഈ സാക്ഷരതാ പ്രേരകമാണ്. ഞാൻ എൻ്റെ കരിയർ തുടങ്ങിയത് പ്രേരകമായിട്ടാണ് 300 രൂപയ്ക്ക് MSW കഴിഞ്ഞ്. MSW പാസ്സായി ഇറങ്ങിയിട്ട് പ്രേരകമായിട്ടാണ് തുടങ്ങിയത്. ഞാൻ ഈ പുതിയ കാലത്തിലെ കുട്ടികളോടൊക്കെ പറയും, ഇപ്പോൾ എല്ലാവരും 25,000 50,000-ൻ്റെ ചിന്തയ്ക്കപ്പുറമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്ത് കിട്ടിയത് ഈ സാക്ഷരതാ പ്രവർത്തനത്തിൽ നിന്നാണ്. അന്ന് അവർക്കിപ്പോൾ വലിയ ശമ്പളമായി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സത്യത്തിൽ 10 പൈസയുടെ പണിയും
ഒരു പണിയില്ല. പഞ്ചായത്തിലെ ആ എഴുത്ത് ഈ എഴുത്ത് പഞ്ചായത്തിലെ മണിയന്മാരായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുക. സാക്ഷരതാ പ്രവർത്തനമൊക്കെ യഥാർത്ഥത്തിൽ നിലച്ചു. വെറുതെ ഇങ്ങനെ ജോഡിച്ച് വെച്ച് ഒരു പരുവത്തിന് ഓടിച്ചങ്ങ് കൊണ്ടുപോവുക. അവർ നിൽക്കുന്നുണ്ട്, അവർക്കിതിൻ്റെ പ്രയോജനം കിട്ടും. പിന്നെ ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെയുള്ള ഒരു ചിലവെന്തോന്നറിയാമോ? കല്യാണം, അതുപോലെ തന്നെ പുരവാസ്തോലി, പിന്നെ അടക്കമുള്ള ചടങ്ങുകൾക്കെല്ലാം എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. കൊടുത്ത് അവർക്കങ്ങ് വൈരാഗ്യം വന്നിട്ട് അവസാനം എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ഒരു വീട് വെച്ചിട്ട് മൊത്തം ആളുകളെ അങ്ങ് വിളിക്കും. മെമ്പറാകുമ്പോൾ പോകാതിരിക്കാനും ഒക്കത്തില്ല, കൊടുക്കാതിരിക്കാനും ഒക്കത്തില്ല. അങ്ങനെ അതിന് തിരിച്ച് പ്രതികാരം ചെയ്യുന്നവരും ഉണ്ട്. ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സുഖമുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്കോ. അവർക്ക് വന്നൊരു കാച്ചൊക്കെ കാച്ചി അങ്ങ് പോയാൽ മതി. വലിയ ആളുകൾ പ്രശ്നപരിഹാരത്തിനൊന്നും എങ്ങും ചെല്ലത്തില്ല. ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രയാസമാണ്. അവർ ഈ പറഞ്ഞതുപോലെ ചിരിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പ്രത്യേക ഉപകരണമൊക്കെ ചുണ്ടിൽ വെച്ചേക്കണം. അവരുടെ മുഖം എന്തെങ്കിലും ഒന്ന് മാറിക്കണ്ടാൽ അടുത്ത ഇലക്ഷൻ ഇനി വന്നേരം നിന്നെ റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് എല്ലാവരും രംഗത്തിറങ്ങി കൈകാര്യം ചെയ്ത് വെള്ളം കുടഞ്ഞ് പറ്റിച്ച് കളയും. പിന്നെ ഈ മെമ്പർമാരായി ജയിച്ചു വരുന്നവർ പ്രമാണിമാരോ പാർട്ടിയിൽ നല്ല സ്ഥാനമൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ കൂടെ ലഗേജ് പോലെ 2-3 ആളുകൾ കാണും. വല്ല പാവപ്പെട്ടവന്മാരോ സംവരണ വാർഡുകളിൽ നിന്നൊക്കെ ജയിക്കുന്നവരോ ആണെങ്കിൽ പിന്നെ യാനഫ്സി എന്ന് പറയുന്നത് പോലെ എൻ്റെ ശരീരമേ എന്ന് പറയുന്ന പോലെ അവസാനം ആ പാവപ്പെട്ടവൻ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഇത്തവണത്തെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ഞാൻ കണ്ട ഒരു കാര്യം, പലയിടങ്ങളിൽ റിബലുകളും പാർട്ടി മാറി മത്സരിക്കുന്നതിലും കൂടുതൽ സ്ത്രീകളാണ്. നമ്മുടെ കോഴിക്കോട്ടൊരു ആൻറ്റിയൊക്കെ കോൺഗ്രസിൽ നിന്ന് പെട്ടെന്ന് മാറി ആം ആദ്മിയായി പോയി കൊടിയിട്ടിട്ട് തകർത്ത് തരിപ്പണമാക്കി പ്രസംഗിക്കുന്നത് കേട്ടു. എന്ന് പറഞ്ഞാൽ ഈ അധികാരത്തിൻ്റെ ശക്തി, നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്ന ഇതിനകത്ത് രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട ആ സ്വപ്നം പൂവണിയുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പാർട്ടി മാറിയും ചാടിയും തിരിഞ്ഞും എവിടെയും നിൽക്കാൻ ഇപ്പോൾ സ്ത്രീകൾ വളരെ സന്നദ്ധമായി മുമ്പോട്ട് വരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകമായ കാര്യമാണ്. പിന്നെ പല സ്ഥലങ്ങളിലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ കണ്ടു. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ബാബു എന്ന് പറയുന്ന ആളിനെ ഉൽപ്പതാക്ഷം പിള്ള, തേജോധരൻ നായർ, തേജോധരൻ പോറ്റി എന്നൊക്കെ പറഞ്ഞ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അതായത് പണ്ട് ചുരുക്കി വിളിക്കുമ്പോൾ ബാബു എന്നൊക്കെയായിരുന്നു. ചില ഇലക്ഷനിൽ അങ്ങനെയുമാണ് മത്സരിച്ചത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു ലൈനൊരു മാറ്റം ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ ഈ നായർ, പിള്ള തുടങ്ങിയ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. കാരണം തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിൽ ചില പ്രത്യേക മേഖലകളിൽ അതിനൊരു സവിശേഷമായ പ്രാധാന്യമുണ്ട്. അതാണ് BJP മുതലാക്കുന്നത് എന്നുള്ളതുകൊണ്ട് CPMഉം ഇപ്പോൾ ആ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് പോസ്റ്റർ രാഷ്ട്രീയങ്ങൾ പറയുന്നത്. അങ്ങനെ എന്തായാലും ഈ പറയുന്ന പോലെ വലിയ കോടീശ്വരന്മാരൊന്നും ആയി അഴിമതിയൊന്നും നടത്താനുള്ള മാർഗ്ഗമൊന്നും ഇതിൽ കിട്ടില്ല. ആകെ നക്കാപ്പിച്ച എന്തെങ്കിലും കിട്ടിപ്പോകുന്ന ഒരു പോസ്റ്റാണ്. പക്ഷേ ഒരു ടോറസിൽ കൊള്ളാവുന്ന തെറിവിളി നാട്ടുകാരുടേത് കിട്ടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ മുഴുവൻ അനുഗ്രഹവും പുണ്യവും ഈ ഗ്രാമപഞ്ചായത്ത് മെമ്പർക്കാണ് ലഭിക്കുക. എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മെമ്പർ ഇങ്ങോട്ട് വന്നൊന്ന് പൊട്ടിച്ചുവിടെന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ അടച്ചു വെച്ചേക്കുക. ഇതാരാ അടച്ചതെന്ന് അന്വേഷിക്കുമ്പോൾ ഇപ്പോൾ പൊട്ടിച്ചു വിടണമെന്ന് പറഞ്ഞത് നിൽക്കുന്നവൻ തന്നെയാണ് കൂലിപ്പണിക്കാരനായിട്ട് നിന്ന് മുതലാളിക്ക് ഇത് നികത്തി കൊടുത്തത്. പിന്നെ അത് മാത്രമല്ല, വെള്ളം പോലെയുള്ള വസ്തുക്കൾ ആരുടെയും പറമ്പിൽ കയറാൻ പാടില്ല. അതിനെല്ലാവരും അവിടെ പൊക്കി വെക്കും. അപ്പോൾ എന്തു ചെയ്യും? പണ്ട് ഈ പറമ്പിലൂടെ കയറി പാവമായി ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം റോഡിൽ കെട്ടിക്കിടക്കും. അപ്പോൾ ഇത് മാറ്റണം. ആര് മാറ്റണം? മെമ്പർ മാറ്റണം. എങ്ങനെ മാറ്റും? മെമ്പർക്ക് എത്ര വെള്ളം കുടിക്കാൻ വെക്കും? പിന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത് റോഡിന് വീതി കൂട്ടണം, പക്ഷേ സൈഡിലെ വസ്തുവൊന്നും എടുക്കരുത്. അന്തരീക്ഷത്തിൽ കൂടെ റോഡിൻ്റെ വീതി കൂട്ടണം. പിന്നെ വെള്ളം വെട്ടിവിടുമ്പോൾ അങ്ങ് അറബിക്കടൽ വരെ വെട്ടിവിടണം, അല്ലാതെ വേറെ അങ്ങ് വെട്ടിവിടാനൊക്കത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പഞ്ചായത്ത് മെമ്പർമാരാണ്. പിന്നെ ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു രോഗപ്രതിരോധ ശേഷി അവരുണ്ടാക്കിയെടുത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 10, 15, 20 വർഷമായി മാറിയും തിരിഞ്ഞും ഭാര്യയും ഭർത്താവും അവരില്ലെങ്കിൽ ഇത് തകർന്ന് തരിപ്പണമാവും എന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. പിന്നെ എടുത്തു പറയുമ്പോൾ പറയേണ്ട മറ്റൊരു കാര്യം, ഇന്നലെ തിരുവനന്തപുരത്ത് CPIയുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊരു BJP നേതാവ് സ്ഥാനാർത്ഥിയായി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത കണ്ടു. സത്യത്തിൽ CPI നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അവർ വലിയ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെന്നെ എതിർത്താലും ഉള്ള കാര്യം പറയുക, പല സ്ഥലത്തും വാർഡും സ്ഥാനാർത്ഥിയും കൂടെ CPM കൊടുക്കണം. അതാണൊരു സ്ഥിതിവിശേഷം. പലയിടത്തും എടുത്തിട്ട് അവസാനം വെച്ചിട്ടങ്ങ് പോയിട്ടുണ്ട്, പറ്റിയ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പ്രദേശത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് CPIക്കാരോട് പറയാനുള്ളത്, ഒരുപാട് ആദർശധീരന്മാരായ നല്ല നേതാക്കളുള്ള ഒരു പാർട്ടിയായിരുന്നു നിങ്ങളുടെ പാർട്ടി. ഇപ്പോൾ ഇത് ചുരുങ്ങി അതായത് ട്രെയിനിൽ കയറാവുന്നവർ ബസ്സിൻ്റെ അത്രയും, ബസ്സിൽ നിന്നിപ്പോൾ കാറിൻ്റെ അത്രയും, അവസാനം ഇതൊരു തീപ്പെട്ടിയിലേക്ക് ചുരുങ്ങുകയാണ്. ശ്രദ്ധിക്കണം. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും വിജയാശംസകൾ.